ഒരു കോന്തപ്പൻ്റെ നെഞ്ചത്ത് തലതാഴ്ച്ചുറങ്ങുന്ന നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടി. അങ്ങനെ 2 പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഓരോട് ചോദിച്ചേ, ഈ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് വായിച്ചപ്പോൾ ഇല്ലേ എനിക്ക് സങ്കടവും വരുന്നു. ആ ചാറ്റിങ് നിങ്ങളൊന്ന് കാണണം. ഈ പെൺകുട്ടി പറയാ, ഏട്ടാ എനക്ക് ഏട്ടനൊന്ന് കാണണേനും. ഏട്ടൻ പറയും വരുവാൻ പറ്റൂല, ഞാൻ തിരുവനന്തപുരത്താ, വന്നിക്കില്ലേ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അപ്പം ചെക്കന് ടെൻഷനായി. ചെക്കൻ പറഞ്ഞു, അല്ല ഇങ്ങനെ വരും, പൈസയൊന്നുമില്ല. പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ 5ാം ക്ലാസ് പറഞ്ഞത് എന്താ നിങ്ങൾ, പിന്നെ ഇനി എങ്ങനെയാ എന്നെ കല്യാണം കഴിച്ചാൽ പോറ്റുക? അപ്പം ചെക്കന് വീണ്ടും ടെൻഷൻ. അങ്ങനെ ഈ പെണ്ണിൻ്റെ വർത്തമാനത്തനുസരിച്ച് അമ്മ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു മൊയലുണ്ടായിരുന്നു ചെക്കൻ്റെ 14ൻ്റെ അമ്മക്ക്. ആ അമ്മയുടെ മൊയലിനെ, ഹൃദയത്തിന് തുല്യം സ്നേഹിക്കുന്ന ആ മൊയലിനെ ആ അമ്മ അറിയാതെ തിരുവനന്തപുരം മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റു. ഈ പഹയൻ 3000 ഉറുപ്പ്യ കിട്ടി. ആ 3000 ഉറുപ്പ്യയും കൊണ്ടാണ് കോന്തപ്പൻ കോന്തപ്പീനെ കാണാൻ വന്നത്. ഇവിടെ എൻ്റെ ബേക്കിലിരിക്കുന്ന അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് തൃശ്ശൂർ പോയിട്ട് വരും ഒറ്റക്ക്? ഇവിടുന്ന് നരിക്കുനിന്ന് എങ്ങനെയാ, ജീപ്പാണോ കാറാണോ, ബുള്ളറ്റ് പോയാൽ കിട്ടുമോ, ബസ്സിൻ്റെ ഏത് സീറ്റിലാ തൃശ്ശൂർ പോകാന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആകെ ബേജാറാം. പക്ഷേ 14 വയസ്സുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് അമ്മേൻ്റെ മൊയലിനെയും വിറ്റിട്ട് കണ്ണൂർ വന്ന് ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു. സിനിമാ തിയേറ്ററിൽ എത്തി എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് വിവരമില്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഒടുക്കത്തെ ബുദ്ധിയാണ്, വേണ്ടാത്തതേ പഠിക്കൂ.